തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസം ആണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ലക്ഷ്യ 2026 100 സീറ്റുകളിൽ എങ്കിലും വിജയിക്കാൻ സാധിക്കണം എന്ന ഒരു നിലപാടിലേക്ക് കോൺഗ്രസും UDFും ഒക്കെ എത്തിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. ഭരണവിരുദ്ധ വികാരം, ശബരിമല, സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ UDFിന് അനുകൂലമാകുന്ന ഒരു തരംഗം സൃഷ്ടിക്കും എന്ന് UDF പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഭരണത്തിലേക്ക് 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താമെന്ന വലിയ ആത്മവിശ്വാസവും അവർ പുലർത്തുകയാണ്. അപ്പോൾ പിന്നെ സ്വാഭാവികമായും UDFിലെ യുവ നേതാക്കൾക്ക്, കോൺഗ്രസിലെ യുവ നേതാക്കൾക്ക് ആഗ്രഹങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് ഭരണമുന്നണിയുടെ ഭാഗമായി MLA-മാരായിരിക്കുക എന്നത് അവരുടെ, അതായത് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലെയൊക്കെ യുവാക്കളുടെ ഒരു സ്വപ്നം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കൃത്യമായി മണ്ഡലങ്ങളിൽ കണ്ണു നട്ടിരിക്കുന്നു യുവ നേതാക്കൾ എന്നത് തന്നെയാണ്. 17 സീറ്റുകളിൽ അവകാശവാദം ഉന്നയിക്കുക എന്നതാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കും എന്നത് തന്നെയാണ് വാർത്തയായി പുറത്തു വരുന്നത്. യുവാക്കൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ അവസരം വേണം എന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 17 മണ്ഡലങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അതിൽ യുവാക്കളെ പരിഗണിക്കണമെന്ന് കൃത്യമായ ആവശ്യം ഉണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു യുവാക്കൾക്കും വനിതകൾക്കുമൊക്കെ അവസരം നൽകും എന്ന കാര്യം. എങ്കിൽ പോലും യൂത്ത് കോൺഗ്രസിന്റെ ഒരു സമ്മർദ്ദം കൂടി ഈ വിഷയത്തിലുണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം ഇക്കാര്യങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾ നിഷേധിച്ചതാണ്, അങ്ങനെയൊന്നുമില്ല എന്നതാണ്. പക്ഷേ അങ്ങനെയല്ല ഡേറ്റകൾ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, യൂത്ത് കോൺഗ്രസ് തന്നെ ചില പട്ടിക തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നതും അറിയാൻ സാധിക്കുന്നു. അവിടെ കൊടുങ്ങല്ലൂരിൽ ജനീഷിനെ മത്സരിപ്പിക്കണം എന്ന ആവശ്യം ആണ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അബിൻ വർക്കിയെ ആറന്മുളയിൽ മത്സരിപ്പിക്കണം എന്ന ആവശ്യം ഉയരുന്നു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ചെങ്ങന്നൂരിൻ്റെ പേരും അബിൻ വർക്കിയുടെ പേരിൽ ചെങ്ങന്നൂർ മണ്ഡലവും അബിൻ വർക്കിക്ക് വേണ്ടി എന്ന നിലയിൽ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം KM അഭിജിത്തിനെ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ മത്സരിപ്പിക്കണം എന്ന ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു യൂത്ത് കോൺഗ്രസ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചു അബിൻ വർക്കിയുടെ കാര്യം. ഈ അബിൻ വർക്കിക്ക് ചെങ്ങന്നൂരിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ബിനു ചുള്ളിയിൽ എന്ന നേതാവിനെ ചെങ്ങന്നൂരിൽ മത്സരിപ്പിക്കണമെന്ന ആവശ്യം യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നതായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാറ്റുരച്ച അരിതാ ബാബു മികച്ച ഒരു ഫൈറ്റ് തന്നെയായിരുന്നു നൽകിയത്. ഏതാണ്ട് എതിരാളിയോട് തൊട്ടടുത്ത് നിൽക്കുന്ന ഏതാണ്ട് 7000 വോട്ടുകൾക്കും മറ്റുമാണ് കായംകുളത്ത് പരാജയപ്പെട്ടത് എന്നതാണ്, പ്രതിഭയോട് പരാജയപ്പെട്ടത് എന്നതാണ് ഓർമ്മ. അങ്ങനെയെങ്കിൽ ഇത്തവണയും അരിതാ ബാബുവിനെ കളത്തിലിറക്കിയാൽ പ്രതിഭയെ കീഴടക്കാൻ സാധിക്കും എന്നതാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതീക്ഷ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അബ്ദുൾ റഷീദിനെ തളിപ്പറമ്പിൽ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ആണ് ഇപ്പോൾ ഉയർത്തുന്നത്. അതോടൊപ്പം മറ്റു പേരുകളിലേക്ക് പോകുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട പേര് വസന്ത് തെങ്ങുംപള്ളിയുടേതാണ്. തെരഞ്ഞെടുപ്പ് കളത്തിൽ ഇപ്പോൾ തന്നെ വസന്ത് സജീവമാണ് എന്ന് അറിയാൻ സാധിക്കുന്നു. ഒപ്പം ഈ ചാനൽ ചർച്ചകളിലെയൊക്കെ പരിചിതമായ മുഖം കൂടിയാണ് വസന്തിനെ പൂഞ്ഞാറിൽ പരിഗണിക്കണം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ BJP കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അവിടെ ഷോൺ ആയിരിക്കില്ല സ്ഥാനാർത്ഥി എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം കുന്നംകുളത്ത് സോയാ ജോസിനെയും അമ്പലപ്പുഴയിൽ MP പ്രവീണിനെയും മത്സരിപ്പിക്കണം. ഇങ്ങനെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് ഇടം ലഭിക്കേണ്ടവരുടെ ഒരു ലിസ്റ്റ് തന്നെ യൂത്ത് കോൺഗ്രസ് തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സജിത്ത്, എല്ലാ തെരഞ്ഞെടുപ്പുകളിലും യൂത്ത് കോൺഗ്രസ് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാറുണ്ട്. ചിലപ്പോഴെങ്കിലും അതൊരു സമ്മർദ്ദമായി മാറുന്ന സാഹചര്യവുമുണ്ട്. പക്ഷേ ഇപ്പോൾ UDFിൻ്റെ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഒരു സ്വഭാവം മാറിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഈ പരസ്യമായൊക്കെ യുവ നേതാക്കൾക്കെതിരെ രംഗത്ത് വരുന്നില്ല. അവരുടെ ആവശ്യങ്ങളൊക്കെ പാർട്ടി വേദികളിൽ തന്നെ പറയുന്ന പശ്ചാത്തലമാണുള്ളത്. നേരത്തെയാണെങ്കിൽ അതല്ലായിരുന്നു സാഹചര്യം എന്ന് നമുക്കറിയാം. പക്ഷേ ഒരു കൃത്യമായ പ്രാതിനിധ്യം വേണം എന്ന ആവശ്യം യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുക എന്നത് സ്വാഭാവികമല്ലേ? അത് എത്രത്തോളം പരിഗണിക്കപ്പെടാൻ സാധ്യതയുണ്ട് സൈത്ത് ഈ പട്ടിക നോക്കുമ്പോൾ?
അഭിലാഷ് സൂചിപ്പിച്ചതാണ്. അഭിലാഷ്, നേരത്തെ ഈ കോൺഗ്രസിൽ പതിവാണ് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ തങ്ങളുടെ നിലപാടുകൾ പരസ്യമായി ഉന്നയിക്കുക. സംസ്ഥാന കമ്മിറ്റി ചേർന്നോ അല്ലെങ്കിൽ നേതാക്കൾ പരസ്യ പ്രസ്താവന നടത്തുകയോ ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ ഒരു പതിവ് ശൈലിയാണ്. പക്ഷേ ഇത്തവണ ചില വ്യത്യസ്തതകളുണ്ട്. കാരണം കോൺഗ്രസ് തർക്കശബ്ദങ്ങളോ എതിർ ശബ്ദങ്ങളോ ഇല്ലാതെ, ആശയക്കുഴപ്പങ്ങൾ ഇല്ലാതെ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നു എന്നതാണ് ഇതുവരെയുള്ള ചിത്രം. അതിൽ നിന്ന് വ്യത്യസ്തമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നീക്കം എന്നത് പറയാതെ വയ്യ. ഇന്നലെ ചേർന്ന യൂത്ത് കോൺഗ്രസിൻ്റെ എറണാകുളത്തെ സംസ്ഥാന കമ്മിറ്റിയിലാണ് യുവ പ്രാതിനിധ്യം എങ്ങനെയാവണമെന്നത് സംബന്ധിച്ച് അവരുടെ നിലപാടുകൾ പരസ്യമാക്കപ്പെട്ടത്. അതൊരു പ്രമേയ രൂപത്തിൽ തന്നെ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് 17 സ്ഥാനാർത്ഥികളെ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ അടക്കം പറഞ്ഞുകൊണ്ട് നേതൃത്വത്തിന് മുന്നിൽ തങ്ങളുടെ നിലപാട് അറിയിക്കാനാണ് അവർ ശ്രമം നടത്തിയിരിക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച ആ പേരുകാരുണ്ട്, ആ മണ്ഡലങ്ങളുണ്ട് എന്ന പ്രത്യേകതയുമുണ്ട്. അതായത് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ നിയമസഭയിൽ വിജയസാധ്യത എന്ന ഒറ്റ മാനദണ്ഡം മാത്രമാണ് കോൺഗ്രസ് പരിഗണിക്കുന്നത് എന്നതാണ് അവർ പുറമേക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവിടെ AICCയുടെ ഒരു മാനദണ്ഡം കൂടി വെല്ലുവിളിയായുണ്ട്. അതായത് 50% സീറ്റുകൾ യുവാക്കൾക്ക്, പുതുമുഖങ്ങൾക്ക്, വനിതകൾക്ക്, ഈ 3 പേർക്കായി പരിഗണിക്കപ്പെടണം എന്നതാണ്. അതിൻ്റെ ഒരു നിശ്ചിത ശതമാനമാണ് യൂത്ത് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. അതിൽ 17 സീറ്റുകൾ ഉണ്ടാവണം. അപ്പോൾ വിജയസാധ്യത എന്ന മാനദണ്ഡത്തിലേക്ക് മാത്രം മാറുമ്പോൾ തുടർച്ചയായി വർഷങ്ങളായി മത്സരിച്ച് പരാജയപ്പെടുന്നവരെ ഇത്തവണ മാറ്റി നിർത്തണം, നേതൃത്വം അതിന് തയ്യാറാവണമെന്ന നിലപാടാണ് യൂത്ത് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. എന്തായാലും യൂത്ത് കോൺഗ്രസ് ഇന്നലെ ആ പരസ്യ നിലപാടെടുത്തതിന് ഇത് അനുചിതമായി പോയി എന്ന അഭിപ്രായം കോൺഗ്രസിലുണ്ട്. പ്രത്യേകിച്ച് VD സതീശനടക്കം ആ നിലപാടുള്ളവരാണ്. കാരണം കോൺഗ്രസിൽ മുൻകാലങ്ങളിൽ അത്തരം ശബ്ദങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും ഇത്തവണ അത്തരമൊരു നീക്കം പരസ്യമായി ഒഴിവാക്കണമെന്ന നിലപാടാണുള്ളത് അവർക്ക്. അതുകൊണ്ടാണ് സംസ്ഥാന അധ്യക്ഷൻ പിന്നീടെത്തി യൂത്ത് കോൺഗ്രസിന് അത്തരം ആവശ്യങ്ങളൊന്നും പരസ്യമായിട്ടില്ല, അങ്ങനെ പ്രമേയമൊന്നും അവതരിപ്പിച്ചിട്ടില്ല എന്ന വാദം അവർ ഉന്നയിച്ചത്. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റിയിൽ പ്രമേയം അവതരിപ്പിക്കുകയും 17 ഇടങ്ങളിൽ സാധ്യതാ സ്ഥാനാർത്ഥികൾ ഈ പേരുകൾ പരിഗണിക്കണമെന്ന ആവശ്യം അവർ പരസ്യമായി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനുണ്ട്, മുമ്പ് സംസ്ഥാന വൈസ് പ്രസിഡന്റായ അബിൻ വർക്കിയുടെ പേരുണ്ട്, ഒപ്പം തന്നെ കായംകുളത്ത് അരീത ബാബു, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട മുഖങ്ങൾക്കൊക്കെ പരിഗണന കിട്ടണമെന്ന വാദം യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ ഈ വാദം പൂർണ്ണമായി കേൾക്കാതിരിക്കാൻ കോൺഗ്രസിന് കഴിയുകയുമില്ല എന്നതാണ് സാഹചര്യം. കാരണം വിജയസാധ്യതയും പുതുമുഖങ്ങളുടെ പരിഗണനയും ഒക്കെ കോൺഗ്രസ് നേതൃത്വത്തിന് അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റിക്കും അവതരിപ്പിക്കേണ്ടി വരും. സ്വാഭാവികമായും ഈ ആവശ്യം മധുസൂദൻ മിസ്ത്രി, സംസ്ഥാനത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ സുപ്രധാനമായ ചുമതല വഹിക്കുന്ന മധുസൂദൻ മിസ്ത്രിക്ക് മുന്നിലും എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ യൂത്ത് കോൺഗ്രസിൻ്റെ നീക്കം ഒരു സമ്മർദ്ദമായി തന്നെ മാറാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. പക്ഷേ ഇത്തവണ ഈ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക തന്നെയായിരിക്കും UDF നേതൃത്വം തയ്യാറാക്കുക. പക്ഷേ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സമ്മർദ്ദം അത് ചെറുതായിരിക്കില്ല എന്നത് ഉറപ്പാണ്. കാരണം വിജയസാധ്യതാ മാനദണ്ഡം പരിഗണിക്കപ്പെടുമ്പോൾ പല പതിവ് മുഖങ്ങളെയും അവഗണിക്കേണ്ടി തന്നെ വരും. ശരിയാണ്. സൂചിപ്പിച്ചതുപോലെ മധുസൂദന മിശ്രയുടെ 4 അംഗ സംഘം അടുത്ത ചൊവ്വാഴ്ച കേരളത്തിലേക്ക് എത്തുകയും അങ്ങനെ സ്ഥാനാർത്ഥി നിർണയം അതിവേഗം പൂർത്തിയാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടക്കുക എന്നതുമാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. അവിടെ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ പേരുകൾ, അവരുടെ അവകാശവാദങ്ങൾ എത്രത്തോളം പരിഗണിക്കപ്പെടും എന്ന് നമുക്ക് കണ്ടറിയാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.